ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതേ സുധപ്പൻ്റെ ഒരു ഉറക്കപ്പിച്ചിലൊക്കെ ഉണ്ട് നിൽക്കണത്. ഇപ്പൊ എഴുന്നേറ്റിട്ടുള്ളൂ. ഇതേ സമയം 5:45 നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അടിപൊളി ഒരു കാര്യം ചെയ്യാൻ പോകണ്ടല്ലേ. അതെ, അടിപൊളി ഒരു കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ തുടക്കമൊക്കെ ആയിട്ടാണ് വന്നേക്കണം. നമ്മൾ കുറേ ദിവസമായുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ നമുക്ക് സുധുവിന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ കൊണ്ട് സുധുവിന് പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇനി എടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഓണമൊക്കെ വരെയല്ല. അപ്പൊ ഇന്ന് അത്തം ഉണ്ട്. അത്തം ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് കളവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ കൊടുങ്ങല്ലൂരുമായിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇതേ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ സാധാരണ ഒരു 5:45 കഴിയുമ്പോഴാണ് പോവാറ്. അപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. സുധുവിന് ഇന്നും കൂടി ഉണ്ട് പരീക്ഷ കേട്ടോ. ഇന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ഉണ്ട്. പഠിച്ചൊക്കെ കഴിഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇറങ്ങാൻ പോകണേ. അപ്പോൾ നമ്മൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ പണികളൊക്കെ ഒരുവിധം ഒതുക്കിയല്ലേ. ഇട്ടാണല്ലോ ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം അല്ലേ. അമ്പലത്തിൽ പോയിട്ട് സുഖം ഉറക്കം വന്നിട്ടാ ചെറുതായിട്ട് സാരില്ല കേട്ടോ. ഇപ്പൊ വണ്ടി ഓടുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയിലോട്ട് പോവാം. ഞാനോർത്ത് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തായിരിക്കുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറിയിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ സമയത്ത് വരണോണ്ടാണ് തിരക്ക് കുറവ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ തിരക്കാവും. അപ്പോൾ ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ആ പ്രസാദമൊക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ എല്ലാം കഴിച്ച് തീർത്തിട്ടേ പോകാറുള്ളൂ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വീട്ടിൽ ചെന്ന് ബാക്കി നമ്മുടെ കളത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അല്ലേ സുധപ്പ? അതെ. പിന്നെ ഞങ്ങൾ കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാട്ടാ. എന്നിട്ട് നമുക്കിനി വീട്ടിലോട്ട് പോയാലോ? പോവാം. അങ്ങനെ വന്ന വഴി തന്നെ അടുക്കളയിലായിട്ട് കയറിയിട്ടാ. കളവിടാൻ നിന്നില്ല. വേഗം തന്നെ ചോറും വെക്കാം, വെള്ളവും ആക്കാം, കറിക്കുള്ളത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാന്ന് കരുതിയാൽ. അല്ലെങ്കിൽ പിന്നെ സമയം പോകും. കാരണം സുധുവിന് 9 മണിയാവും. ഒരു 8:30 ആകുമ്പോഴേക്കും പോകണം. എനിക്കും അത് 8:45 പോകണമല്ല. അപ്പൊ സുധപ്പനാണെങ്കിൽ ചാണകം എടുക്കാൻ പോയേക്കണേട്ടാ. നമ്മുടെ ഒരു കുറച്ചങ്ങോട്ട് പള്ളിയുടെ അപ്പുറം ഒരു വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ചാണകം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മെഴുകിയിട്ട് വേണമല്ലോ കളവിടാനായിട്ട്. അപ്പം അതെടുക്കാൻ വേണ്ടി പുള്ളി പോയേക്കാണ്. ഇപ്പം കുറച്ചു നേരമായി പോയിട്ട്. എന്താണെന്നാവും വരാത്തത്. അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേഗം ചോറും വെള്ളമൊക്കെ എല്ലാം റെഡിയാക്കിക്കോ. പുള്ളി ഇത്തിരി കൃത്യത്തിന് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട്. ഞാനാണെങ്കിൽ 8:45 വരെടുത്തും പോകണമെങ്കിൽ 8:35 ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുള്ളൂ. പുള്ളി അങ്ങനെയല്ല. 8 മണിയാകുമ്പോഴേക്കും ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിരിക്കും. അപ്പം അങ്ങനെ അതേ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറേ ദിവസമായാലും ഇങ്ങനെ ചോറും കലമൊക്കെ വെള്ളമൊക്കെ കയറ്റി വെക്കണം കണ്ടിട്ട്. ചോറ് അരി അടപ്പത്തിട്ടിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരിത്തിരി തക്കാളിയൊക്കെ വാട്ടാന്ന് കരുതി. പിന്നെ അപ്പത്തിനുള്ള തേങ്ങ ചെല്ലു. അപ്പം ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു ചായക്കടിയാക്കാന്ന് കരുതി. പെട്ടെന്ന് നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളിൽ തേങ്ങയും വൈകുന്നേരമൊക്കെയാണ് കൂടുതലും ചെയ്യണം. പക്ഷെ എനിക്ക് ഇന്നെന്തോ അത് കഴിക്കാനായിട്ടൊരാഗ്രഹം. നമുക്ക് എന്തെങ്കിലും കൊച്ചാഗ്രഹമാണെങ്കിലും അതൊന്നും ഇട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ കഴിക്കണമല്ലോ. അപ്പം അത് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നെ അത് ഇനി നമുക്ക് തുമ്പെങ്ങും പോയി പറിക്കേണ്ടത്. നമ്മുടെ മുറ്റത്തൊരു പ്രാവ് വന്നിട്ടുണ്ട്. തുമ്പ നമ്മൾ വേറെ എങ്ങും പോയി പറിക്കേണ്ടത്. നമ്മുടെ തുളസിത്തറയിൽ തുമ്പ ഉണ്ട് കേട്ടോ. ഇവിടെ തുമ്പ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പം കളം ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് തുമ്പയും മുക്കൂറ്റിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം മറ്റേ കയ്യുണ്യം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ തുളസിയുടെ അടുത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് തുമ്പ ഒന്നും പറിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് തുമ്പക്കുടം വെച്ചാണ് നമ്മൾ തുമ്പക്കുടം മാത്രമല്ലേ അത്തത്തിൻ്റെ തന്നെ വെക്കുള്ളൂ. അപ്പം അത് വെച്ച് നമുക്ക് ചെയ്യാം. സുധപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. സുധപ്പന് ചാണകം എന്നോട് എന്തോരം വേണം, എത്ര കിലോ വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ നമുക്ക് കിട്ടിയാ ചാണകമൊക്കെ പഠിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇട്ട് ഇനി നമുക്ക് വേഗം തന്നെ കളവിടാലോ സുധപ്പ. ഇപ്പം ഇനി കുറച്ച് ദിവസം നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും പോകണ്ടല്ലോ. ഇതിന് എടുത്ത് വെച്ചാൽ ചോദിച്ചു നോക്കണം അമ്മനോട്. ഇനി നാളെ പോയി എടുക്കണോ അല്ലെങ്കിൽ ഇന്നത്തെ നാളെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ അമ്മനോട് ചോദിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ നമുക്കിനി എന്തായാലും കളവൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കളവിട്ടിട്ട് ഇനി ബാക്കി പരിപാടി. ഹലോ, ദേ അപ്പം അമ്മ കളവൊക്കെ ഇട്ട് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ദേ അമ്മ കളവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ ഫുള്ളായിട്ട് കളവൊക്കെ ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ ദേ കിളിയിൽ പണിയിലാണ് കേട്ടോ. ഇന്ന് കളവിട്ടേക്കണ തുമ്പയും ചെമ്പരത്തിപ്പൂ വെച്ചാണ്. ചെമ്പരത്തിപ്പൂവൊക്കെ ഞാൻ പോയി പറിച്ച്. പിന്നെ തുമ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ പണിയിലൊക്കെയാണ്. എനിക്ക് ചോറെടുത്ത് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ സ്റ്റിക്കിലാണ്ട് ഇന്ന് വീഡിയോ എടുക്കണത്. അപ്പോൾ അതേ നമുക്ക് അമ്മ എന്താ ചെയ്യണേന്നൊക്കെ നോക്കാം. കേട്ടെ
തിരിക്കട്ടെ. ഞാൻ ഹായ് അതിന് മുമ്പ് പറഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ടേക്കണ വേറെ ഒന്നുമില്ല. ഇപ്പൊ റീലൊക്കെ എടുത്ത് ഞങ്ങള് അത് കാരണം അടുക്കളയിൽ മുടിയൊക്കെ അഴിച്ചിട്ടേക്കണത്. അപ്പൊ അതേ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി. ചോറൊക്കെ പാക്ക് ചെയ്യാൻ പോണേണ്. ദേ സുധുവിനും എനിക്കുള്ള ചോറെടുത്ത്. അപ്പൊ നോക്കിയപ്പോ തക്കാളി ഇപ്പൊ ഫോൺ ചോറിൽ വീണാനെ, ചൂടൻ ചോറിൽ വീണ്. ഇപ്പൊ ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായൊന്നും പറ്റൂല. ഞാൻ തക്കാളി വാട്ടാൻ നേരത്തെ എടുത്തപ്പോഴാണ് ഒരു 2-3 കഷ്ണം ചിക്കൻ. ഞാനിപ്പ ജിമ്മിൽ പോണത് കൊണ്ട് തന്നെ വൈകുന്നേരം ചോറ് കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ചിക്കൻ മറ്റേ സാലഡൊക്കെയാണ് കഴിക്കണം. അപ്പം അതിന് വേണ്ടി മാറ്റി വെച്ച 2-3 ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ ചിക്കൻ ഒന്ന് ഒരൊലത്ത് പോലെ ആക്കാൻ കരുതി ചിക്കൻ ഒരു ഒലത്ത് പോലെ അങ്ങനെ റെഡിയാക്കി ആ തക്കാളി വാട്ടിയിലോട്ട് 2-3 ചിക്കനും കൂടി പറക്കിയിട്ട് അപ്പം അതങ്ങനെ ശരിയായി. അപ്പം ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പം ചിക്കൻ ഒലത്തും ചോറും റെഡിയായി. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ അപ്പത്തിൽ ചിലവർക്ക് അതിൽ മധുരം ഇടണ്ട. അതായത് സുധുവിന് മധുരം വേണ്ട, എനിക്ക് മധുരം വേണം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ അപ്പം കഴിക്കാനായിട്ട്. അപ്പം അതായിരുന്നു ഈ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഇനിയിപ്പോൾ സുധു യൂണിഫോം ഇട്ട് റെഡിയായി. ഇനി ഞാനും യൂണിഫോം ഇട്ട് റെഡി ആവണം. കളം കണ്ടില്ല നമ്മൾ സാധാരണ കളം ഇന്നത്തെ ദിവസം അത്തത്തിൻ്റെ ദിവസം നമ്മൾ തുമ്പക്കുടവും തുമ്പയും മറ്റേ ചെമ്പരത്തിപ്പൂ നടുക്ക് വെക്കാറാണ് പതിവ്. അപ്പം സുധു ഇപ്പം ഇത് അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നപ്പോൾ 2-3 കൂടുതലും ഉണ്ടെന്നായിരുന്നു ഞാൻ അവിടെ ചുറ്റും ഇങ്ങനെ വെച്ചതാണ്. അതാണ് നമ്മൾ ചെയ്യണം. പിന്നെ നാളെ മുതൽ ഇനി നമ്മൾ കിട്ടുന്ന പൂക്കളും ഇലകളും ഒക്കെ വെച്ചിട്ട് കളവിടും. ഓരോ ദിവസം ഓരോ പ്രത്യേകതകളോടുകൂടിയുള്ള കളവിടണത്. അപ്പം അങ്ങനെ കളവും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്. അപ്പം നമ്മുടെ ഓണമൊക്കെ അടുത്തെത്തി. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്താന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ പോയിട്ട് സുധപ്പന് ഇനി ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് സുനിച്ചേട്ടന് സുധുവിനൊക്കെ പോയിട്ട് ഇന്നലെ പോയി എടുത്ത്. എന്നാൽ സുധുവിന് എടുക്കാൻ പോകുമ്പോൾ എന്തായാലും സുനിച്ചേട്ടനെ എടുക്കാമെന്ന് കരുതി. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. എന്തായാലും എടുത്തേക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ കുറേ ദിവസമായല്ല വീഡിയോ ഇട്ടിട്ട് സുധപ്പ വാ. അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എല്ലാ ദിവസവും വീഡിയോ എടുക്കും കറക്റ്റായിട്ട്. നമ്മൾ വീഡിയോ എടുക്കാത്ത വേറൊന്നുമല്ല. ഞാൻ വിചാരിച്ച ഫോൺ പൊട്ടിയേക്കണേണെന്നുള്ള ഉണ്ടപ്പോൾ. അപ്പോൾ നമ്മളെ നമ്മുടെ വീഡിയോ എല്ലാവരുടെ അടുത്തോട്ട് എത്തണില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് സുധുവിൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നമുക്ക് ആ 3 മാസം സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ വീഡിയോ എല്ലാവരുടെ അടുത്ത് എത്തണ്ട. ഞാൻ ഫീൽഡിൽ പോകുമ്പോഴാണെങ്കിലും കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് എന്താണ് തക്കൂപ്പ വീഡിയോ ഇടാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ വീഡിയോ ഇടക്കിടുന്നുണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തോട്ട് എത്താനായിട്ടില്ല. ഞാനെന്നാ മറ്റേ നമ്മുടെ വിഷുവിന് ചെയ്ത ആ വീഡിയോ ഒരെണ്ണം തെറ്റായി പോയതുകൊണ്ട് അതിനുശേഷം സ്ട്രൈക്ക് കിട്ടി. അതൊക്കെ മാറി വന്നിട്ടുള്ളൂ. അപ്പം മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരുടെ അടുത്ത് എത്തുന്ന വിധത്തിൽ എത്തുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി. അപ്പം ഇപ്പം കണ്ണനോട് ശ്രുതിനോട് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങിയുള്ള വീഡിയോകളൊക്കെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ ഉണ്ട്. ആളുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. സമയമായിട്ടില്ലല്ലോ നിന്ന് നേരത്തെ. അപ്പം സുധു കറിയിടാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൊണ്ടാണ് വീഡിയോകൾ ഇടാത്തതിന്. ഇനി വീഡിയോ ഇട്ടിട്ട് നോക്കണം എല്ലാവരിലോട്ട് എത്തണുണ്ടാകും. വീഡിയോ പോകുമ്പോഴൊക്കെ എല്ലാവരും പറയണ്ട എന്താ അതൊക്കെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതും പിന്നെ നമ്മളിപ്പോൾ ജിമ്മിൽ പോണ കാര്യം പറഞ്ഞില്ല. അതിപ്പോൾ ഞാൻ വൈകുന്നേരം അല്ല രാവിലെയാണ് പോണത്. ഒരു 5:30 ആകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ 6:30 ആകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ രാവിലെ നമ്മുടെ ഒരു ഫ്രഷ് ഇതിൽ നമുക്ക് അതൊക്കെ ചെയ്ത് വരാമല്ലോ. അപ്പം അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പക്ഷേ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ എന്തായാലും വീഡിയോ ഇടുന്ന ഉറപ്പ്. നമ്മളൊരു കാര്യം തീരുമാനിച്ച പോലെ ആയിരിക്കണം. അല്ല ഇതൊന്നും മാറ്റം ഉണ്ടാവരുത്. മാറ്റുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലേക്ക് വീഡിയോ എത്താതാകുമ്പോൾ എനിക്കൊരു വിഷമം വരും. അയ്യോ ആർക്കും കാണാൻ പറ്റുള്ളല്ല എന്ന് ഇങ്ങോട്ട് പറയുമ്പോഴേട്ടാ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒന്നും കാണാത്തത്. അപ്പം ഞാൻ ഇനി അധികം വലിച്ചു നീട്ടിക്കൊണ്ടുപോകുള്ള. അപ്പം നമുക്കിനി സുധുവിനൊന്ന് സെറ്റാക്കി വിട്ടിട്ട് ഞാനും കൂടെ റെഡിയായി പോണത് കാണിച്ചിട്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തോട്ടാ. അപ്പം നമുക്കിനി അടുത്ത നല്ല അടിപൊളി കിടുക്കാച്ച വീഡിയോ ഒക്കെ ആയിട്ട് കാണാല്ലേ സുധു?